മോർണിംഗ്. എൻ്റെ പേര് ഹേമന്ത്. ഞങ്ങൾ കൊരട്ടി ഇൻഫോ പാർക്കിൽ അൻവിത ടൂറിസ്റ്റ് ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തി പോകുന്നു. ഞാൻ കമ്പനിയുടെ ഡയറക്ടറാണ്. പോണ 5 വർഷമായിട്ട് ഞങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഹെൽത്ത് കെയർ രംഗത്ത് പല ആക്ടിവിറ്റീസും ചെയ്തു വരുന്നു. പല ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ഇപ്പോൾ മെഡിക്കൽ ടൂറിസത്തിന് പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് കാര്യം പറയാണ്. നമുക്കൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വായു, വെള്ളം, ഭക്ഷണം, ക്ലോത്തിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് റൈറ്റ് ആയിട്ട് തന്നെ പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ഇന്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ മാട്രിമോണിയൽ സൈറ്റ്സ് ഇഷ്ടം പോലെയാണ്, ജോബ് സൈറ്റ്സ് അതിലും വേറെയാണ്, റിയൽ എസ്റ്റേറ്റ് സൈറ്റ്സിന്റെ എണ്ണങ്ങൾ പറയണ്ട. ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റുകളുണ്ട്. മോസ്റ്റ് ഓഫ് ദ വെൽ എക്വിപ്ഡ് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ US ബേസ്ഡ് ആണ്. അപ്പോ 2004 ബോംബെയിലെ KEM ഹോസ്പിറ്റൽ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അതില് കണ്ടുവന്നത് 4 ഇന്റർനെറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരാള് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഇന്റർനെറ്റിൽ കൂടെ സെർച്ച് ചെയ്യും. ഇന്ന് നമ്മുടെ രാജ്യത്ത് 30 കോടി ഇന്റർനെറ്റ് യൂസേഴ്സ് ഉണ്ട്. 25% ഓഫ് ദ പോപ്പുലേഷൻ നെറ്റ് യൂസേഴ്സ് ആണ്. മൊബൈലായാലും വെബ്സൈറ്റ് ലാപ്ടോപ്സിലായാലും നെറ്റ് യൂസേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വാട്ട്മുമ്പിൽ വരുന്ന ഹെൽത്ത് കെയർ വെബ്സൈറ്റ്സ് ഉണ്ടോ? ഇൻഫർമേഷൻ ജെന്യൂൻ ആണോ? അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വേറെ സ്റ്റഡി നടത്തി 2010. അതിൽ പറയുന്നു ഇന്ത്യൻസ് ആർ ദ സെക്കൻഡ് ഹൈയസ്റ്റ് യൂസേഴ്സ് ഓഫ് US വെബ്സൈറ്റ്സ്. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നു. നമ്മൾ മെഡ് ഇ ഗുരു എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ റിസോഴ്സ് വേർ എക്സ്റ്റെൻസീവ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ, എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ്, അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉണ്ട്, രോഗങ്ങളെ പറ്റിയുണ്ട്, ഡോക്ടർമാരുടെ ഇൻഫർമേഷൻ ഉണ്ട്, ഒരു ഓൺലൈൻ ബ്ലഡ് ഡോണേഴ്സ് ലിസ്റ്റ് ഉണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ്. ഇന്ന് നമ്മൾ ഒരു കണ്ടുവരുന്ന സാഹചര്യം, നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ആ പ്രിസ്ക്രിപ്ഷന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരും. പോകുമ്പോൾ പഴയ പ്രിസ്ക്രിപ്ഷൻ ഇല്ല, പഴയ എക്സ്റേ ഇല്ല, പഴയ ഇതില്ല, പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്തെന്ന് അറിയില്ല. ഒരു ടോട്ടൽ ലാക്ക് ഓഫ് കണക്ടിവിറ്റി. അടുത്ത ഡോക്ടറെ കാണുന്നു, അടുത്ത ഡ്രഗ് എഴുതുന്നു. അപ്പോ ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻ്റെനൻസ് ഒരു ഹോസ്പിറ്റൽസിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇവർ അടുത്ത കാലത്ത് പോയി കാണുന്നത് വേറെ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മെഡി ഗുരു ഇതിൽ അക്രോസ് ഇന്ത്യ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോ ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻ്റെനൻസും മെഡിക്കൽ റെക്കോർഡ്സും നമ്മൾ പിന്നെ ഓൺലൈൻ ബ്ലഡ് ഡോണേഴ്സ് ലിസ്റ്റും നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇൻക്ലൂഡിംഗ് ടോട്ടലി ഫ്രീ. We are planning to have a 24/7 call center. റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അവർ SMS അയച്ചു കഴിഞ്ഞാൽ നമ്മളത് റിക്വയർഡ് ഡോണേഴ്സിന്റെ ഇൻഫർമേഷൻ ഇവർക്കും പാസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൺ വൺ സൈഡ്. പിന്നെ ഏറ്റവും ആക്റ്റീവായിട്ട് ഇതില് ഇന്ന് BMI കാൽക്കുലേറ്റേഴ്സ്, പിന്നെ ഒരുപാട് ഹെൽത്ത് ടൂൾസ് നമുക്ക് സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. BMI കാൽക്കുലേറ്റേഴ്സ്, ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റേഴ്സ്, ഫെർട്ടിലിറ്റി അസസ്മെന്റ്. ഇന്ന് ഇൻഫെർട്ടിലിറ്റി ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ WHO പോലും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനവും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് ഓൾറെഡി ലൈവ്. ഇതിന്റെ മൊബൈൽ ഫ്രണ്ട്ലി വേർഷൻ ആണ്. ബിക്കോസ് മൊബൈൽ യൂസേഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊബൈൽ ഫ്രണ്ട്ലി വേർഷൻ ആണ്. പ്ലസ് നമ്മൾ ഇൻ വെരി ഷോർട്ട് ടൈം വിൽ ഓൾസോ ബി ഹാവിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. അതായത് മൊബൈൽ ഇന്റർനെറ്റിന്റെ എണ്ണം കൂടുന്നതോറും വെബ്സൈറ്റുകളായിരിക്കില്ല പോപ്പുലാരിറ്റി, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിരിക്കും പോപ്പുലാരിറ്റി. അപ്പോൾ മൊബൈൽ ആപ്സും വിത്തിൻ ദ നെക്സ്റ്റ് 2-3 months ഇതിന്റെ എല്ലാത്തിന്റെയും ബ്ലഡ് ഡോണേഴ്സ്, BMI കാൽക്കുലേറ്റേഴ്സ്, പിന്നെ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റർ എല്ലാത്തിന്റെയും മൊബൈൽ ആപ്സും നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് വി വാണ്ട് പീപ്പിൾ ടു നോ, ആൾക്കാർ ഇത് അറിയണം.
സൈറ്റ്സ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ US സൈറ്റ്സ് എന്ന് പറഞ്ഞത് their information is fine tuned for the US population. നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ആയുർവേദത്തിനെ പറ്റിയുള്ള ഒരു വാക്ക് പോലും അതിലുണ്ടാവില്ല. ഞങ്ങളുടെ സൈറ്റിൽ ആയുർവേദം ഇസ് എ ഡെഡിക്കേറ്റഡ് സെക്ഷൻ. ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ആയുർവേദം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആയുർവേദ സെക്ഷന്റെ ഫേസ്ബുക്ക് പേജിന് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് 10,000 ലൈക്സും ഉണ്ട്. ഓർഗാനിക് ആയിട്ട് നമ്മൾ പരസ്യം ചെയ്യാണ്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളും കണ്ടിട്ട് അക്രോസ് ദി വേൾഡ് 10,000-ൽ മേലെ ലൈക്സ് ആയി കഴിഞ്ഞു ഞങ്ങളുടെ ആയുർവേദ സെക്ഷനിൽ. സോ ഇത് കൂടുതൽ പേര് ഈ സൈറ്റ് ഉപയോഗിക്കണം. Other than ask a doctor, എന്ന് വെച്ചാൽ ഡോക്ടറോട് ചോദിക്കുമ്പോൾ there is a consultation fees involved. Most of the services are free. More details ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് എപ്പോൾ വേണേൽ റെഫർ ചെയ്യാം. അതിൽ വെരി എക്സ്റ്റെൻസീവ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.